സ്നേഹപ്പെട്ട എല്ലാവർക്കും വേറിട്ട കാഴ്ചകളിലേക്ക് സ്വാഗതം. 3.25 കോടി ജനസംഖ്യയുള്ള കേരളത്തിൽ 50 ലക്ഷത്തിലധികം പേർക്ക് പ്രമേഹ രോഗമുള്ളതായാണ് കണക്കാക്കപ്പെടുന്നത്. പ്രമേഹത്തെ കൂടാതെ രക്താതിസമ്മർദ്ദവും ഹൃദ്രോഗവും അമിത കൊളസ്ട്രോൾ, പൊണ്ണത്തടി, പക്ഷാഘാതം തുടങ്ങിയ രോഗങ്ങളും മനുഷ്യവർഗത്തിനുമേൽ പ്രത്യേകിച്ച് മലയാളിയുടെ ശരീരത്തിൽ പിടിമുറുക്കിയിരിക്കുന്നു. രോഗങ്ങൾ പെരുകുന്നതിനോടൊപ്പം മരുന്നു വിപണിയും കൊഴുക്കുകയാണ്. ആധുനിക വൈദ്യശാസ്ത്രം രോഗിയുടെ പോക്കറ്റിലാണ് പ്രധാനമായും കണ്ണും നട്ട് ഇരിക്കുന്നതെന്ന് തോന്നും നമ്മുടെ ആധുനിക ആഡംബര ആസ്പത്രികളുടെയും മരുന്ന് നിർമ്മാണ കമ്പനികളുടെയും വളർച്ചയും ലക്ഷ്യവും കണ്ടാൽ. വൈദ്യശാസ്ത്രം രോഗിയെ ഇരുട്ടിലേക്കാണോ നയിക്കുന്നതെന്ന് സംശയിക്കാൻ ഇടവരുന്നു. ആകപ്പാടെ ഒന്ന് നിരീക്ഷിച്ചാൽ ഒരു പകർച്ചവ്യാധി പോലെ പടർന്നു പിടിക്കുന്ന പ്രമേഹം തന്നെയാണ് ഇപ്പോൾ മലയാളിയുടെ മുഖ്യ ശത്രു. ഈ രോഗത്തെ ആശ്രയിച്ച് നിരവധി സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകളും ഔഷധ നിർമ്മാണ കമ്പനികളും രംഗത്ത് വന്നിട്ടുണ്ട്. പ്രമേഹവും പ്രമേഹ നിർമ്മാർജ്ജന ഔഷധങ്ങളും ക്ലിനിക്കുകളും അരങ്ങു തകർക്കുന്ന ഈ വർത്തമാന കാലത്താണ് വയനാട്ടിൽ നിന്നൊരു ഡോക്ടർ മരുന്നൊന്നും കഴിക്കാതെ തന്നെ ആവശ്യാനുസരണമുള്ള ഭക്ഷണം കഴിച്ച് പോരാ അല്പം മധുരവും കഴിച്ച് പ്രമേഹത്തെ കീഴടക്കാനുള്ള ഒരു ചികിത്സാ പദ്ധതി വികസിപ്പിച്ചെടുത്തിട്ടുള്ളത്. രക്തത്തിൽ പഞ്ചസാരയെ ക്രമീകരിച്ച് നിലനിർത്തുന്ന ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന പാൻക്രിയാസ് ഗ്രന്ഥിയെ പ്രവർത്തനക്ഷമമാക്കാനാണ് പ്രധാനമായും ഈ വിഷഗ്വരന്റെ ചികിത്സാ പദ്ധതി ലക്ഷ്യമിടുന്നത്. ആയിരക്കണക്കിന് പ്രമേഹ രോഗികളാണ് ഡോക്ടർ പ്രസാദിനെ കണ്ട് ചികിത്സ തേടാൻ ഇപ്പോൾ വയനാട് ചുരം കയറിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ നിന്നു മാത്രമല്ല ലോകത്തു നിന്നു തന്നെ പ്രമേഹ രോഗത്തെ കെട്ടുകെട്ടിക്കാൻ തന്റെ ചികിത്സാ പദ്ധതിക്കാവുമെന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് പുറത്തിറങ്ങിയ ഈ ചെറുപ്പക്കാരൻ ശുഭാപ്തി വിശ്വാസം കൊള്ളുന്നു. ആരോഗ്യമുള്ള ലോകത്തിനു വേണ്ടി സ്വപ്നങ്ങൾ നെയ്യുകയും അത് പ്രാവർത്തികമാക്കാൻ തനിക്ക് കഴിയുമെന്നുള്ള തെളിവുകളും നിരത്തിക്കൊണ്ട് ഡോക്ടർ പ്രസാദ് വേറിട്ട കാഴ്ചകളുടെ ഈ അധ്യായത്തിൽ തന്റെ അന്വേഷണവും കണ്ടെത്തലുകളും നമ്മോട് പങ്കുവെക്കുന്നു. വയനാട്ടില് 15 കൊല്ലാകുന്നു. വയനാട് വന്ന് ഇവിടെ ജീവിച്ച് ശീലിച്ച് കുറച്ചപ്പോൾ ആദിവാസികളുടെ ഇടയിൽ നോക്കുമ്പോൾ ഒറ്റ ആദിവാസിക്ക് പോലും പ്രമേഹമില്ല, ഒറ്റ ആദിവാസിക്കും കൊളസ്ട്രോൾ ഇല്ല. ശരിക്കും ടൈപ്പ് 2 ഡയബറ്റീസ് ആയ ജീവിത ശൈലി രോഗങ്ങളില്ല അവർക്ക്. അസുഖമൊന്നുമില്ല. അങ്ങനെ ഷുഗർ എന്നും പറഞ്ഞൊരു അസുഖത്തിനെ കുറിച്ച് അറിയാമോ? ഒന്നും അറിയാം. ഒന്നുമില്ല. അറിയില്ല. ഒന്നുമില്ല. ഒന്നുമില്ല. ഇല്ല. ഒരു അസുഖമില്ല. ഷുഗർ ഉണ്ടെങ്കിലേ പോകാൻ പറ്റുള്ളൂ. ഷുഗർ ഇല്ല. വേറെ അസുഖമൊന്നുമില്ല. ഒന്നുമില്ല. അന്നന്ന് കഴിക്കുന്ന ഭക്ഷണം ഊർജ്ജമാക്കി മാറ്റുകയാണെങ്കിൽ അധ്വാനിക്കുന്നവന് ഭക്ഷണം കഴിക്കാമല്ലോ, അല്ലെങ്കിൽ അധ്വാനിക്കാത്തവന് വ്യായാമങ്ങൾ ചെയ്യണമെങ്കിൽ എന്തുകൊണ്ട് ഭക്ഷണം കഴിച്ചുകൂടാം. അപ്പം അങ്ങനെ ഞാൻ ഭക്ഷണം കഴിപ്പിച്ചുകൊണ്ട് 10-12 കൊല്ലം മുമ്പ് തന്നെ ഏകദേശം ഇന്നുവരെ ഒരു പ്രമേഹ രോഗിയുടെ ഭക്ഷണം കഴിക്കേണ്ട എന്ന് പറഞ്ഞിട്ടില്ല. ഇനി ഭക്ഷണം കഴിക്കുന്നതിനനുസരിച്ച് വ്യായാമം ചെയ്യാൻ പഠിപ്പിച്ചു കൊടുത്തു. അപ്പം അങ്ങനെ പോയി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പതുക്കെ കഴിക്കുന്നവർക്കൊന്നും തന്നെ ഷുഗർ കൂടുന്നു. എന്ത് ഭക്ഷണം കഴിച്ചാലും അതിനനുസരിച്ച് വ്യായാമം ചെയ്യുമ്പോൾ ഷുഗർ കൂടുന്നേയില്ല. ഭക്ഷണത്തിലൂടെ വരുന്ന കാർബോഹൈഡ്രേറ്റ് നേരെ ഊർജ്ജമാക്കി മാറ്റിക്കളയാം. പ്രമേഹത്തിന്റെ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് കേടുകളുടെ കാരണം സ്മോൾ വെസൽ വാസ്കുലൈറ്റിസ്, ചെറിയ രക്തക്കൊഴൽ ബ്ലോക്ക് ആകുന്നത്. അപ്പൊ അന്നന്ന് കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ വരുന്ന പഞ്ചസാര ചെറിയ രക്തക്കൊഴൽ പോയി ബ്ലോക്ക് ആകുമ്പോൾ, ഇൻസുലിന്റെ കുറവ് കാരണം ബ്ലോക്ക് ആകുമ്പോഴാണ് ഈ സ്മോൾ വെസൽ വാസ്കുലൈറ്റിസ് ഉണ്ടാകുന്നു, രക്തക്കൊഴൽ ബ്ലോക്ക് ആകുന്നു. അതിനപ്പുറത്തേക്കുള്ള അവയവങ്ങൾ ദ്രവിച്ചു തീരുന്ന അവസ്ഥ വരുന്നത്. അപ്പോൾ വ്യായാമം ചെയ്യാൻ തുടങ്ങിയതോടുകൂടി അന്നന്ന് കഴിക്കുന്ന ഭക്ഷണം അന്നന്ന് കത്തിച്ചു കളയുന്നു. അടിഞ്ഞുകൂടാൻ ബാക്കി ഗ്ലൂക്കോസ് ബാക്കി വരുന്നില്ല. ഇതോടെ അവരുടെ ശരീരം ബെറ്റർ ആകാൻ തുടങ്ങി. കുറച്ചുകൂടി കൂടുതൽ വ്യായാമം ചെയ്യുന്നവർക്ക് രക്തോട്ടം കൂടുന്നത് കൊണ്ട് തന്നെ എല്ലാ അവയവങ്ങളും റിഫ്രഷ് ചെയ്യാൻ തുടങ്ങി. വായിലൂടെ കഴിക്കുന്ന ഭക്ഷണത്തിലെ ഗ്ലൂക്കോസിന്റെ തോതിനനുസരിച്ച് ഇൻസുലിൻ ബ്ലഡിലേക്ക് റിലീസ് ചെയ്യാനും അതിനനുസരിച്ച് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള അവയവമാണ് പാൻക്രിയാസ്. നമ്മൾ വായിലൂടെ ഭക്ഷണവും കഴിക്കുന്നില്ല, ഗ്ലൂക്കോസ് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നില്ല, മധുരങ്ങൾ കഴിക്കുന്നില്ല എങ്കിൽ ഡാർവിന്റെ പരിണാമ സിദ്ധാന്ത പ്രകാരം പാൻക്രിയാസ് നശിച്ചു പോകാനാണ് സാധ്യത. ബീറ്റാ സെൽസിന്റെ ജോലി ഗ്ലൂക്കോസിനെതിരെ ഇൻസുലിൻ റിലീസ് ചെയ്യലാണ്. അപ്പോൾ എന്തുകൊണ്ട് വായിലൂടെ ഗ്ലൂക്കോസ് കഴിച്ചുകൂടാ? ബ്ലഡ് ഷുഗർ, അതായത് പാൻക്രിയാസിന്റെ അകത്ത് ഇപ്പോൾ നമ്മുടെ പാൻക്രിയാസ് കുറെ ഡെഡ് ബീറ്റാ സെൽസ് ഉണ്ട്, നോർമൽ ബീറ്റാ സെൽസ് ഉണ്ട്. നോർമൽ ബീറ്റാ സെൽസിന്റെ അകത്തുള്ള ഇൻസുലിനെ രക്തത്തിലേക്ക് കൊണ്ടുവരാനുള്ള കഴിവ് ഭൂമിയിൽ ഒരേ ഒരു വസ്തുവിനേ ഉള്ളൂ പ്രകൃതിയിൽ, അത് ഗ്ലൂക്കോസിനാണ്. അപ്പോൾ ഗ്ലൂക്കോസ് വായിലൂടെ ചെന്നില്ല എങ്കിൽ പാൻക്രിയാസ് ഡിസ്യൂസ് അട്രോഫി വരാനാണ് സാധ്യത. ഉപയോഗിക്കാത്ത അവയവം നശിച്ചു പോകുന്നുള്ള ഇത് വെച്ചുകൊണ്ട് ഞാൻ ആദ്യം ഇത് കേട്ടപ്പോൾ ഞാൻ മുഴുവൻ അത് വിശ്വസിച്ചില്ല. കാരണം അതിപ്പോൾ വെറും എക്സസൈസ് കൊണ്ട് അത് മാറും എന്നുള്ളൊരു വിശ്വാസമൊന്നും എനിക്ക് ആദ്യം ഉണ്ടായില്ല. അപ്പോൾ എന്തായിരുന്നാലും ഇതൊരു പരീക്ഷണം എന്നുള്ള നിലയ്ക്ക് എന്തായാലും ഒന്ന് പരീക്ഷിച്ച് നോക്കാം എന്നുള്ള നിലയ്ക്കാണ് അതിൽ ഒരു ക്യാമ്പിൽ പങ്കെടുത്തത്. അപ്പോൾ ആ ക്യാമ്പിൽ പങ്കെടുത്തപ്പോൾ കാണിച്ചു തന്ന അതൊക്കെ പിന്നെ അതിനെ കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഈ പറഞ്ഞ മാതിരി ഒരു ഡോക്ടർ പറഞ്ഞ അനുഭവങ്ങൾ കുറേശ്ശെ നമുക്ക് അനുഭവപ്പെടാൻ തുടങ്ങി. കാരണം
കൂട്ടത്തിൽ കൂടെ എക്സസൈസും മധുരം കുറേശ്ശൊക്കെ കഴിക്കാൻ വേണ്ടി നിർദ്ദേശിച്ചിരുന്നു. അങ്ങനെ ഇത് ഇപ്പൊ എന്റെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ വളരെ നോർമലിലാണ് പോകുന്നത്. ലളിതമായി ആർക്കും ചെയ്യാവുന്ന വ്യായാമങ്ങളാണ് ഡോക്ടർ പ്രസാദ് ക്രമപ്പെടുത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇതിനൊരു കളരിയോ കളിത്തട്ടോ ആവശ്യമില്ല. ആർക്കും എവിടെ വെച്ചും എപ്പോഴും ചെയ്യാവുന്നത്. 80 വയസ്സുള്ള പ്രമേഹ രോഗികൾക്ക് വരെ ഈ വ്യായാമ മുറകൾ ചെയ്യാവുന്നതാണെന്ന് തന്റെ അനുഭവത്തിലൂടെ ഇദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു. ശരീരത്തിൽ എങ്ങുമുള്ള രക്തക്കുഴലുകളെ പ്രവർത്തനക്ഷമമാക്കുകയാണ് വ്യായാമത്തിലൂടെ നിർവഹിക്കപ്പെടുന്ന ദൌത്യം. രക്തത്തിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള പഞ്ചസാര വ്യായാമത്തിലൂടെ പുറംതള്ളപ്പെടുന്നു. കൈകാലുകൾ, കണ്ണ്, വൃക്കകൾ, മസ്തിഷ്കം, ഹൃദയം അങ്ങനെ ഒന്നൊന്നായി പ്രമേഹം പിടിച്ചെടുത്തിട്ടുള്ള ശരീരഭാഗങ്ങൾ പൂർവ്വസ്ഥിതിയിലെത്തുകയും രോഗിയിൽ പുതിയ ഉണർവുണ്ടാവുകയും ആദ്യപടിയായി സംഭവിക്കുന്നു. തുടർച്ചയായുള്ള വ്യായാമത്തിലൂടെ പ്രമേഹത്തെ ശരീരത്തിന് പുറത്തു നിർത്താനാവുമെന്ന് പ്രസാദ് പറയുന്നു. ഞാൻ ചെറുപ്പം തൊട്ടേ ഒരു അത്ലറ്റായിരുന്നു. കോളേജിൽ സ്പോർട്സ് അല്ലായിരുന്നു, എൻ്റെ ജീവിതം തന്നെ സ്പോർട്സ് ആയിരുന്നു, കളികളായിരുന്നു എല്ലാം. അപ്പോൾ വ്യായാമത്തിന്റെ വശം ശരിക്കും മനസ്സിലുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ശരീരത്തിലെ എല്ലാ പേശികളിലേക്കൊന്നും വ്യായാമം ചെയ്യാനുള്ള തരത്തിൽ പ്ലാൻ ചെയ്തു. ആ വ്യായാമം പ്ലാൻ 2 തരത്തിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഒന്ന്, പഞ്ചസാര മുഴുവൻ കത്തിച്ചുകളാണ് വ്യായാമങ്ങൾ. അത് പൊതുവെ ഞാനൊരു 10 വ്യായാമങ്ങൾ ഏത് പ്രായത്തിലുള്ളവർക്കും ചെയ്യാൻ പറ്റുന്നത്, വളരെ ചെറിയ വളരെ ലഘുവായ കുറച്ച് വ്യായാമങ്ങളും, പിന്നെ 2 എണ്ണം രക്തോട്ടം കൂട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ്. വിരലുകൾ മടക്കുക, നിവർത്തുക. ഇത് തുടർച്ചയായിട്ട് ഇത് നമ്മൾ എത്രത്തോളം ചെയ്യുന്നു, ഇത് നമ്മുടെ കൈവിരലിലൊക്കെ രക്തോട്ടം കൂടി നമ്മൾ തുടർച്ചയായിട്ടൊരു 30-40 പ്രാവശ്യം തുടർച്ചയായിട്ട് സ്പീഡിൽ ചെയ്ത് ആർക്കും ഇത് മനസ്സിലാവും. കാലിന്റെ തരിപ്പ് മാറാൻ വേണ്ടി എവിടെ ഇരിക്കുമ്പോഴും കാല് മുമ്പോട്ട് വെച്ച് അല്പം പുറകോട്ട് വെക്കുക. എന്നിട്ട് കാലിന്റെ വിരലിൽ കുത്തി വെച്ചിട്ട് വെറുതെ മുട്ടുകാല് പൊക്കി താഴ്ത്ത ഉപ്പുറ്റി ഹീല് പൊക്കി താഴ്ത്തിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ കാലാട്ടിക്കൊണ്ടേയിരിക്കുക. ഇങ്ങനത്തെ ഒരു സാധാരണ ഒരു വടി നമ്മൾ എവിടെ ഇരിക്കുമ്പോഴും കൈ നീട്ടി മുട്ടുകാലിന് മുകളിൽ വെക്കുക. വെറുതെ കൈക്കുഴ മാത്രം, റിസ്റ്റ് മാത്രം മുകളിലേക്ക് നനയ്ക്കാം. 2 ഇത് തന്നെ കമിഴ്ത്തി പിടിച്ച് ചെയ്യാം. അത് ബാക്ക് ഫോറാണ്. ആദ്യം ചെയ്തത് ഫ്രണ്ട് ഫോറാണ്. അപ്പോൾ ബാക്ക് ഫോറാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു 1 അടി ദൂരത്തിൽ വണ്ടി പിടിക്കണമെങ്കിൽ മുട്ടുകൈ വയറിന്റെ സൈഡിൽ കൊണ്ടുവച്ചിട്ട് ഈ മടക്ക നിർത്താം. 4ാമത്തെ വ്യായാമം എന്ന് പറയുമ്പോൾ മുട്ടുകൈക്ക് തന്നെ 4ാമത്തേത്. കൈനേരം മുകളിലേക്ക് പൊക്കി പിടിക്കാം. മുകളിലേക്ക് പൊക്കി പിടിച്ച ശേഷം മുട്ടയെ മാത്രം അടിക്കാൻ നിർത്താം. ഇത് നമ്മുടെ ട്രൈസ്, ഈ മസിലിനുള്ള വ്യായാമം. തോളിനുള്ള വ്യായാമം പിന്നെ 2 എണ്ണം. അത് നേരെ അറ്റൻഷൻ നേരെ നിൽക്കുന്നു. 2 വശത്തേക്കും കൈ പൊക്കി താഴ്ത്താണ്. ഇത് ചെയ്യുമ്പോൾ നമ്മുടെ അപ്പർ ഷോൾഡേഴ്സ് വർക്ക് ചെയ്യുക ചെയ്യും. 6ാമത്തേത് പിടിച്ച് കിടക്കുന്ന പൊസിഷൻ വന്നിട്ട് മുമ്പിലേക്കും പുറകേക്കും വലത്തേക്ക് മുകളിലൂടെ വലത്തേക്ക് താഴേക്കൂടെ. ഇനി അടുത്ത് നമ്മുടെ വയറിന് ചെയ്യുന്നത് മലന്ന് കിടന്നു ചെയ്യുന്ന വ്യായാമമാണ്. അപ്പോഴത് മലന്ന് കിടക്കുന്നു ഫ്ലോറിൽ. മലന്ന് കിടന്നിട്ട് കൈ തലയിടിക്കുക, വെറുതെ കാല് മടക്കി നിർത്തും. നമ്മുടെ വയറിനുള്ളതാണ്. 8ാമത്തത് നടുവിനുള്ളതാണ്. നടുവിനുള്ള വ്യായാമം മുമ്പോട്ട് കുനിയ മുട്ട് മടക്കാതെ കഴിയുന്നത്രയും താഴെ വരെ പറ്റുന്നത്രയും കുനിയ നിൽക്കുക. 9ാമത്തത് കൈസിനുള്ളത്. അത് പകുതി വരെ ഇരിക്കുക, എഴുന്നേക്കാം. പകുതി വരെ ഇരിക്കുക, എഴുന്നേക്കാം. 10ാമത്തത് എവിടെയെങ്കിലും കൈ പിടിച്ചു നിൽക്കും, അല്ലെങ്കിൽ വിരൽ മാത്രം. ഇരുന്ന് കാലായിട്ട് തന്നെ നിന്നിട്ട് പൊക്കിത്താഴണം. നമ്മൾ കാഫ് മസിൽസ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഞാൻ ശരിക്കും ചെറുപ്പക്കാരെ ഉദ്ദേശിച്ചല്ല ഈ വ്യായാമം ചെയ്തിരിക്കുന്നത്. ഈ വ്യായാമം പ്ലാൻ ചെയ്തിരിക്കുന്നത് പോലും പ്രായമുള്ള ആളുകൾക്ക് ഉദ്ദേശിച്ചാണ്. അപ്പൊ എൻ്റെ അടുത്ത് 82 വയസ്സുള്ള പ്രമേയം മാറ്റിയ രോഗി എൻ്റെ അടുത്തുണ്ട്. 78 വയസ്സായ അമ്മ എൻ്റെ അടുത്തുണ്ട് പ്രമേയം മാറ്റിയത്. അപ്പൊ എൻ്റെ അമ്മ തന്നെ ഇപ്പൊ 77 വയസ്സായി. പ്രമേഹം ഉണ്ടായിരുന്നു, കൊളസ്ട്രോൾ ഉണ്ടായിരുന്നു, ഷുഗർ ഉണ്ടായിരുന്നു, 3 angioplasty, 3 ബ്ലോക്ക് ഉണ്ടായിരുന്നു, 3 1 കൊല്ലം ഓപ്പറേഷൻ ചെയ്താണ്. ഇപ്പൊ 6 മാസത്തെ അമ്മക്ക് ഒരു മരുന്നില്ല. ട്രീറ്റ്മെന്റിനെ കുറിച്ച് പ്രധാനമായിട്ട് പറയാനുള്ളത്, നമ്മളുടെ എക്സസൈസ് കൊണ്ട് ആരോഗ്യം വളരെയധികം മെച്ചപ്പെട്ടിട്ടുണ്ട്. ഒരു സുഖമില്ലാതൊക്കെ വന്നിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് വന്നതിന് ശേഷം ചെയ്യാൻ തുടങ്ങിയിട്ട് പെട്ടെന്ന് എനിക്കത് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായി. ഓടിച്ചാടി നടക്കാനും വീട്ടുജോലികൾ ചെറുതായിട്ടൊക്കെ ചെയ്യാനും എല്ലാം ബുദ്ധിമുട്ട് കൂടാതെ പറ്റുമായിരുന്നു. ഞാനിപ്പോൾ ഓരോ സ്ഥലങ്ങളിൽ ക്ലാസ് എടുക്കും. ക്ലാസ് എടുക്കുമ്പോൾ അതിൽ 100, 200, 300 പേരെല്ലാം വരും. നമുക്ക് അറിയില്ല, കുറെ പുതിയ രോഗികളും കുറെ പഴയ രോഗികളും മിക്സ് ചെയ്ത് വരും. എന്നാലും എല്ലാം കൂടെ ഒരു 10,000-50,000 പേരെങ്കിലും ഇപ്പോൾ
50,000 പേര് രോഗികളായിട്ട് വന്നിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു. ഞാൻ ഇങ്ങനത്തെ രേഖകളൊന്നും സൂക്ഷിക്കാറില്ല സാധാരണ. പക്ഷെ എന്നാലും അവരുടെ ഇൻഫ്ലുവൻസിൽ ഒരു 5 ലക്ഷം പേര് ഇപ്പോൾ വ്യായാമം ചെയ്യുന്നുണ്ടാവും.